എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ആവൃത്തി ചതുരം അതായത് ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് പഠിച്ചത് അല്ലേ. അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 210 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 211 ചോദ്യങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? ഡീറ്റെയിൽസ് ഓഫ് റെയിൻഫോൾ ഇൻ ജൂൺ ആൻഡ് ജൂലൈ ആർ ഗിവൺ ഇൻ ദി ടേബിൾ ബിലോ. ഡ്രോ എ ഹിസ്റ്റോഗ്രാം. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിച്ച മഴയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഹിസ്റ്റോഗ്രാം ആവർത്തിച്ചതുരം ഒന്ന് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ആവർത്തിച്ചതുരം വരയ്ക്കാൻ ഫസ്റ്റ് എന്ത് വേണം? നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞാണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വരച്ചു അതിനുശേഷം ഇങ്ങനെ പെർപെൻഡിക്കുലറായി മറ്റൊരു വര വരച്ചു അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ സെന്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്രാഫ് പേപ്പർ ഉപയോഗിക്കാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ ഇവിടെയും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താണ്? റെയിൻഫോൾ ആണ് അല്ലേ. മഴയുടെ അപ്പോൾ നമ്മുടെ ഇവിടെ റെയിൻഫോൾ ആണ്. ഇവിടെ ആണെങ്കിൽ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഡേയ്സ് ഇവിടെ എഴുതി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം നോക്കിയാൽ ഇവിടെ 10 മുതൽ തുടങ്ങുകയാണ് അല്ലേ. 10, 20, 20, 30, 30, 40, 40, 50 അങ്ങനെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ റെയിൻഫോൾ അല്ലേ എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ 10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 10, 20, 30, 40 അങ്ങനെ അവിടെ വരെ എഴുതണം. നമ്മൾ 100 വരെ എഴുതി. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ ഡേയ്സ് ആണ്, ദിവസങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ദിവസങ്ങൾ എന്ന് എഴുതി. ഇനി എത്ര വരും നോക്കിയാൽ? 1 മുതൽ നോക്കിയാൽ 15 വരെ വരുന്നുണ്ട് അല്ലേ. 15 വരെ. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ എഴുതി 15 വരെ എഴുതണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ല. നമുക്ക് വളരെ ഹൈറ്റ് കൂടും അല്ലേ. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3, 4 എന്നെടുക്കുന്നതിന് പകരം 2, 4, 6, 8, 10, 12 അല്ലേ. അങ്ങനെ കൂടുതൽ വരാണെങ്കിൽ, കൂടുതൽ സംഖ്യയിൽ വരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2, 4, 6 ആ രൂപത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16 കണ്ട 15 വരെ മതി. നമ്മൾ 16 വരെ എഴുതി. ഓക്കെ. ഇനി വളരെ എളുപ്പമാണല്ലോ. ഇവിടെ നോക്കിയാൽ 10 to 20 അല്ലെ. 10 മുതൽ 20 വരെ. അപ്പോൾ നോക്കിയാൽ 10 ഇതാണ്, 20 ഇതാണ് അല്ലെ. അപ്പോൾ 10ന്റെ അവിടെ 4 എവിടെയാണ് വരുന്നത്? ഇവിടെ അല്ലേ. 10, 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ഒരു വരച്ചിട്ട് ഇതിനങ്ങോട്ട് കൂട്ടി മുട്ടിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ 20 മുതൽ 30 വരെ 6 അല്ലെ. അപ്പൊ 20 മുതൽ 30 വരെ അല്ലെ. എത്ര വരണം? 6 വരണം. 6 ഇവിടെ അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ഈ വരണ ഇവിടം വരെ നീട്ടുക അല്ലെ. നീട്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതും അതേപോലെ നീട്ടിയിട്ട് ഇതേ ചെയ്ത പോലെ നമുക്ക് ഇവിടെ കൂട്ടി യോജിപ്പിക്കാം. അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ 30 മുതൽ 40 വരെ 9 അല്ലെ. 30 to 40 9 അവിടെ എടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ 8 ഉണ്ട്, നമുക്ക് 10 ഉണ്ട് അല്ലെ. അപ്പൊ 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന്റെ കറക്റ്റ് ആയിട്ട് നടുവിൽ അല്ലെ. അപ്പൊ കറക്റ്റ് നടുവിൽ പോയിന്റ് എടുക്കാം. അതാണ് 9 വരെ അല്ലെ. അപ്പൊ പോയിന്റ് എടുത്ത് ഇതിനിങ്ങോട്ട് നീട്ടാം. ഇതേ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ 40 മുതൽ 50 വരെ എത്രയാണ്? 15 അല്ലെ. 15 അവിടെ എടുക്കണം നോക്കിയാൽ 15, 14 കൂടെ 15 ഇതിന്റെ അല്ലെ. 14 15 ഇടയിൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് 14 15 ഇടയിൽ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതിന് ഇങ്ങോട്ട് നീട്ടാം. ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി നോക്കിയാൽ 50 മുതൽ 60 10 അല്ലെ. 10 അവിടെ ഇവിടെയാണ് 10 എടുക്കുന്നത് അല്ലെ. അപ്പൊ 10 ഇവിടം വരെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം. ഇനി 60 മുതൽ 70 എത്രയാണ്? 8 അല്ലെ. അപ്പൊ 8 ഇവിടെ ഇതാണ് 8 ഇത്ര മതി അല്ലെ. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. ഇനി 70 മുതൽ 80 എത്രയാണ്? 5 പേര് അല്ലെ. അപ്പൊ 5 നോക്കിയാൽ 4നും 6നും ഇടയിൽ അല്ലെ. അപ്പൊ 4നും 6നും ഇടയിൽ 5. ഓക്കെ. ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി നോക്കിയാൽ 80 മുതൽ 90 വരെ 3 പേര് അല്ലെ. അപ്പൊ 3 പേര് ഇത് 2, 4 അപ്പൊ അതിന് മധ്യത്തിൽ അല്ലെ. അപ്പൊ 3. അപ്പൊ ഓക്കെ. ഇനി അടുത്ത നോക്കിയാൽ 90 മുതൽ 100 വരെ അല്ലെ. 1 എവിടെ ഇപ്പൊ 0നും 2നും ഇടയിൽ അല്ലെ. 1. അപ്പോൾ ഓക്കെ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ല. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ. ഓക്കെ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി ടൈം ടേക്കൺ ബൈ 25 women ആൻഡ് 23 men ടു കംപ്ലീറ്റ് എ റൈസ് ആർ ഗിവൺ ഇൻ ദി ടേബിൾ ബിലോ. ഡ്രോ സെപ്പറേറ്റ് ഹിസ്റ്റോഗ്രാംസ് ഫോർ മെൻ ആൻഡ് വിമൻ. അതായത് 25 സ്ത്രീകൾ അതുപോലെ തന്നെ 23 പുരുഷന്മാർ അല്ലേ. അവർ ഒരു റേസ്, ഒരു ഓട്ട മത്സരം നടത്തി. അപ്പൊ അതിനെടുത്ത സമയമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഇതിന്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. എങ്ങനെ? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ത്രീകൾ അല്ലെ, സ്ത്രീകൾ എടുത്ത ടൈം വെച്ചിട്ട് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. അതിനുശേഷം പുരുഷന്മാരെടുത്ത സമയം എടുത്തിട്ട് വേറെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. അപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കണം അല്ലെ. ഇതാണ് ചോദ്യം. നോക്കിയാൽ വേറെ ഒരു വ്യത്യാസമില്ല. നമ്മൾ നേരത്തെ ചെയ്തില്ല അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ആദ്യം ചെയ്തു നോക്കിയാൽ 2 പേരെ ഇങ്ങനെ വരച്ചു അല്ലെ. ഇനി ഒരേ സെന്റിമീറ്റർ വെച്ച് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? ടൈം അല്ലെ. അപ്പൊ ടൈം എഴുതി. ഇവിടെ എന്താണ്? ആദ്യം നമ്മൾ വിമന്റെ അല്ലെ, സ്ത്രീകളുടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ വിമൻ എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നോക്കിയാൽ 30 മുതൽ 30, 40, 40, 50 അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ 30 ആദ്യം 0 കഴിഞ്ഞ് ഇവിടെ 0, അത് കഴിഞ്ഞാൽ 30, 40, 50, 60 അവിടെ 80 വരെ നമ്മൾ എഴുതി.
ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 8 ആയതുകൊണ്ട് 1 2 3 4 5 6 7 8 അത്ര എടുക്കാം അല്ലേ? വലിയ സംഖ്യ ഒന്നുമില്ല. 16 അതങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പകുതി 2 4 എടുത്താൽ മതി. ഇവിടെ 8 അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5 6 7 8 അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാറുള്ള പോലത്തേക്ക് 30 to 40 അല്ലേ? എത്ര പേര്? 2 പേര്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 0 to 30 അല്ല, 30 to 40 കണ്ട, 30 to 40 എത്രയാണ്? 2 പേര്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇവിടെ 2 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഇങ്ങനെ ആദ്യത്തത് വരയ്ക്കാം. ഇനി നോക്കിയാൽ 40 to 56 അല്ലേ? 40 to 56 എവിടെ? ഇതാ ഇവിടെ എടുക്കണം അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ നീട്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞല്ലേ? ഇനി നോക്കിയാൽ 50 to 60 എത്ര പേര്? 8 പേര് അല്ലേ? ഇപ്പോൾ 8 ഇതേ 8 അല്ലേ? അപ്പോൾ ഇതുവരെ നീട്ടിയിട്ട് ഇതാ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കിയാൽ 60 to 70 എത്ര പേരാണ്? 5 പേര് അല്ലേ? അപ്പോൾ 5 എവിടെ? ഇത് 5 ഇവിടെ വരെയാണ് വരുള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം അല്ലേ? ഓക്കെ, ഇനി നോക്കിയാൽ 70 to 80 എത്ര പേരാണ്? 4 പേര് അല്ലേ? അപ്പോൾ 70 to 80 എത്ര പേര്? 4 പേര്. ഇതെവിടെ? 4. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇപ്പം നമ്മൾ എന്താ വിമൻഡാണ് വരച്ചത് അല്ലേ? ഇനി നമുക്ക് പുരുഷന്മാരെ ഹിസ്റ്റോഗ്രാം നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മൾ എഴുതിയതൊക്കെ സെയിം തന്നെ അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ എത്ര വരെ എഴുതേണ്ടി വരും? ഇവിടെ 7 വരെ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 7 വരെ ഇപ്പോൾ 8 കിടന്നോട്ടെ, 7 വരെ എഴുതേണ്ട മതി. ബാക്കി ഇവിടെ ഇവിടെ നമുക്ക് മാറ്റുന്നതല്ലേ? ഇവിടെ നമ്മൾ വിമൻ എന്ന് എഴുതിയിട്ടുള്ളൂ, അതിന് പകരം എന്താക്കാം? നമുക്കിവിടെ മെൻ അല്ലേ? മെൻ ആക്കാം. ഓക്കെ, ഇത്രയുള്ള വ്യത്യാസം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 30 to 40 അല്ലേ? 30 to 40 വരെ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ 30 to 40 3 അവിടെ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇനി 40 to 57 അല്ലേ? 40 to 57 7 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ഇനി നോക്കിയാൽ 50 to 60 എത്രയാണ്? 5 അല്ലേ? 50 to 60 5 ഇതാ ഇവിടെ 5. ഇനി 60 to 70 എത്ര പേര്? 5 പേര് അല്ലേ? അപ്പോൾ അത് തന്നെ 5 തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി 70 to 80 എത്രയാണ്? 3 പേര് അല്ലേ? അപ്പോൾ 3 ഇതെവിടെ? 3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെൻ അല്ലേ? പുരുഷന്മാരുടെ ഹിസ്റ്റോഗ്രാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി വെയ്റ്റ്സ് ഓഫ് 45 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ലിസ്റ്റഡ് ബിലോ. അതായത് ഒരു ക്ലാസ്സിലെ 45 കുട്ടികളുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഡ്രോ എ ഹിസ്റ്റോഗ്രാം. ഇവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം അല്ലേ? ഫ്രീക്വൻസി ടേബിൾ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ഫ്രീക്വൻസി ടേബിൾ കിട്ടിയാലേ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ, അതായത് ആവൃത്തി പട്ടിക ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ആവൃത്തി പട്ടിക തയ്യാറാക്കിയിട്ട് വേണം ഗ്രാഫ് വരയ്ക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? പഴയ രൂപത്തിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലേ? ചോയ്സിൻ്റെ എണ്ണമൊക്കെ കുറച്ചു. അതുപോലെ തന്നെ ചോദ്യങ്ങളും അല്പം കടുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫുൾ A+ അല്ലെങ്കിൽ മാത്സിൽ A+ വാങ്ങാനൊക്കെ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കും പല കുട്ടികൾ നമ്മളോട് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വർഷം, അതായത് 9ാം ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ചേരാം. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പോകണം അല്ലേ? നമുക്കറിയാം എങ്ങനെ വരയ്ക്കാമെന്ന് അറിയാം. 3 കളികൾ വരച്ചു. അതിൽ ഫസ്റ്റ് എന്താണ്? ഇതൊരു വെയിറ്റ് ആണ് അല്ലേ? വെയിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് എന്ന് എഴുതി, പിന്നെ ടാലി, പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ? കുട്ടികളുടെ എണ്ണം. ഇനി ഇവിടെ നോക്കിയാൽ ഏറ്റവും ചെറിയ അല്ലേ? ഏറ്റവും ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ 31 ഉണ്ട് അല്ലേ? 31 ഉണ്ട്. 31 തന്നെയാണ് ഏറ്റവും ചെറുത് അല്ലേ? 31 ഏറ്റവും ചെറുത്. ഇനി ഏറ്റവും വലുതോ? ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 75 ഉണ്ട് ഇവിടെ. 75 അല്ലേ? അപ്പോൾ 75 ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ക്ലാസ് തിരിക്കണം അല്ലേ? അപ്പോൾ ക്ലാസ് തിരിക്കുമ്പോഴേക്കും 31 ഏറ്റവും ചെറുത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 31 ആകുമ്പോൾ 31 പെടുന്ന രൂപത്തിൽ, അതായത് 30 മുതൽ എടുക്കുക അല്ലേ? അപ്പോൾ 30 മുതൽ എത്ര കൊടുക്കാം നമുക്ക്? ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ 75 അല്ലേ? അപ്പോൾ നമുക്ക് 30 മുതൽ 35, 40, 45, 50, 55, 60, 65, 70, 75 അല്ലേ? ആ രൂപത്തിൽ എഴുതാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 30 to 40 അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടും അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30 to 40, 40 to 50, 50, 60, 60, 70 ആ രൂപത്തിൽ എഴുതിയാലും മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. 30 മുതൽ 40 വരെ ഒരു ഗ്രൂപ്പ്. ഇനി 40, 50 അതേ രൂപത്തിൽ നമുക്ക് എത്ര വരെ എഴുതാം? 75 അല്ലേ? അപ്പോൾ 80 വരെ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ 70 to 80 അല്ലേ? അപ്പോൾ 80 വരെ എഴുതി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഓരോന്ന് എടുത്തെടുത്ത് വേഗം മാർക്ക് ചെയ്ത് പോകുക അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്യാൻ നോക്കിയാൽ 41 എവിടെ വരാം? 40 to 50 അല്ലേ? അപ്പോൾ ഇതിൽ 41 വന്നു. ഇനി 31, 30 to 40 31 വന്നു.
അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 40 എന്ന് പറഞ്ഞാൽ 40 ഇതിലല്ല പെട, ഇതിലാണ് പെട. മനസ്സിലായില്ലേ? ഇത് 39 വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതുപോലെ 49 വരെ ഉള്ളൂ. 50 എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും പെട. മനസ്സിലായില്ലേ? അപ്പോൾ അക്കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതേ രൂപത്തിൽ നമുക്ക് ഇത് എഴുതാം. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ചെയ്യേണ്ട വിധം അറിയാലോ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയാൽ എത്ര ഉണ്ട്? 3 പേര്. ഇവിടെ നോക്കിയാൽ 5, 10, 10 3 13 പേര്, 13 കുട്ടികൾ. 5, 10, 15 3 18 കുട്ടികൾ. ഇവിടെയോ 5 5 10 കുട്ടികൾ. ഇവിടെ 1 കുട്ടി അല്ലേ. ഇനി കൂട്ടി നോക്കിയാൽ, കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? നമ്മുടെ ചോദ്യത്തിലുണ്ട് എത്ര കുട്ടികളാണ്? 45 കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 45 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ 13 3 16, 16 10 26, 26 8 34, 34 10 44 1 45 അല്ലേ. അപ്പോൾ 45 കുട്ടികൾ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഹിസ്റ്റോഗ്രാം വരയ്ക്കാലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഇവിടെ നോക്കിയാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ചെയ്യാറുള്ള പോലെ തന്നെ 2 വരെ ഞാൻ വരച്ചു. ഇനി എന്ത് ചെയ്യാം? 1 സെന്റിമീറ്റർ വെച്ചിട്ട് അല്ലേ 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് വേണം നമുക്ക്? ഇവിടെ എന്താ വരിക? വെയിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ വെയിറ്റ്, ഇവിടെയാണെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ, നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ, ഇനി നമ്മൾ നോക്കിയാൽ 30 മുതൽ 40 വരെ അല്ലേ, 40 മുതൽ 50 വരെ. അപ്പോൾ നമുക്ക് 30 തൊട്ട് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ 0 എഴുതി, അടുത്തത് 30, 40, 50, 60, 70, 80 കണ്ട 80 വരെ എഴുതി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നോക്കിയാൽ മാക്സിമം എത്ര ഉള്ളത്? 18 കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ 18 കുട്ടികളാകുമ്പോൾ 18 വരെ 1 2 3 4 5 6 അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫ് ബുക്ക് ഒന്നും പോരാണ്ട് വരും അല്ലേ, നോട്ട് ബുക്ക് പോരാണ്ട് വരും. അടുത്ത കുട്ടിയുടെ നോട്ട് ബുക്കിനെയും നമ്മൾ കടം വാങ്ങേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അതിന് നിൽക്കേണ്ട എന്ത് ചെയ്താൽ മതി? നമ്മൾ 2 4 6 8 10 12 14 16 18 മനസ്സിലായില്ലേ. അപ്പോൾ ഇതേ രൂപത്തിൽ എഴുതാം. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ, അറിയാലോ. നോക്കിയാൽ 30 മുതൽ 40 വരെ എത്ര കുട്ടികൾ? 3 കുട്ടികൾ. 30 മുതൽ 40 വരെ 3 കുട്ടികൾ. ഇതാ ഇവിടെ. അപ്പോൾ നേരെ കൊണ്ടിട്ട് ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. ഇവിടെ നോക്കിയാൽ 0 to 30 അല്ല, 30 to 40. അതെപ്പോഴും ശ്രദ്ധിക്കുക, പല കുട്ടികളും തെറ്റിക്കാറുള്ളതാണത്. ഇനി നോക്കിയാൽ 40 to 50 എത്രയാണ്? 13 അല്ലേ. 40 to 50 13. എവിടെ എടുക്കണം? 13. 12 ഇവിടെ ഉണ്ട്. അതിന് 12നും 14നും മിഡില്ല അല്ലേ. ഇവിടെ 13. അപ്പോൾ അത് വരച്ചു. ഇനി നോക്കിയാൽ 50 to 60 എത്രയാണ്? 18 അല്ലേ. 50 to 60 18 ഇതാ. 18 അവിടെ നിന്ന് നമ്മൾ ഏറ്റവും അല്ലേ 18. ഇനി നോക്കിയാൽ 60 to 70 എത്രയാണ്? 10 അല്ലേ. 60 to 70 10 അവിടെ ഇതാ ഇവിടെ അല്ലേ 10 ഇവിടെ. ഇനി 70 to 80 അല്ലേ, എത്ര കുട്ടിയാണ്? ഒരൊറ്റ കുട്ടിയുള്ളൂ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് അല്ലേ. അപ്പോൾ 1 എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ 2ൻ്റെ 0ൻ്റെയും പകുതി അല്ലേ, അതിൻ്റെ മിഡിൽ 0. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സുകൾ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല വണ്ണം പഠിക്കുക, നല്ല മാർക്കും വാങ്ങണം. അപ്പോൾ ഇനി നമുക്ക് 9ാം ക്ലാസ്സിലെ പാഠങ്ങളുമായി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.